തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആശാസമരത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക പ്രവർത്തകർ നടത്തുന്ന പൗരസാഗരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാർ സമരപ്പന്തലിൽ എത്തിത്തുടങ്ങി. കനത്ത മഴയാണ് തലസ്ഥാനത്ത്. അത് അവഗണിച്ചാണ് ഈ പൗരസംഗമത്തിനായി ആളുകൾ കൂടുന്നതും. സാംസ്കാരിക മേഖലയിലെ പ്രമുഖരൊക്കെ സമരപ്പന്തലിലേക്ക് എത്തുന്നുണ്ട്. ആശാസമരം 60 ദിനരാത്രങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്രകാരം ശക്തമായ മറ്റൊരു ചുവടുവയ്പ്. രാഷ്ട്രീയ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരാണ് പൗരസാഗരത്തിൽ ഇന്ന് അണിനിരക്കുന്നതും. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, പൗരസംഗമം രാവിലെ 11 മണിക്കായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ? മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ മഴയെ അവഗണിക്കാതെ ആശമാർ ഈ സമരവുമായി എത്തുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. പൗരസാഗരം അല്പനിമിഷത്തിനകം ആരംഭിക്കും. സാംസ്കാരിക മേഖലയിലുള്ളവർ, അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാപ്രവർത്തകരെല്ലാം ഈ പൗരസാഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ കഴിഞ്ഞ മറ്റ് സംഗമങ്ങളിൽ കണ്ടതുപോലെ തന്നെ വലിയ ജനങ്ങളുടെ ഒരു പിന്തുണ, അതോടൊപ്പം തന്നെ ആശമാർ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരെല്ലാവരും ഇവിടേക്ക് എത്തുകയും ഈ സ്ഥലത്ത്, അതായത് ഈ പൗരസാഗരം നടക്കുന്ന സ്ഥലത്ത് രാപ്പകൽ സമരവേദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും CPM-ൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് പൗരസാഗരത്തിലൂടെ ആശമാർ നൽകുന്നത്. കാരണം സമരം പരാജയപ്പെട്ടുവെന്നും അതോടൊപ്പം തന്നെ ആശമാർ ഈ സമരത്തിലെ ഏതാനും ചില ആളുകൾ മാത്രമാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആക്ഷേപമായി പറഞ്ഞതെങ്കിൽ ഇപ്പോൾ നിരവധി നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ ഈ സമരഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്, ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അത്തരം ഈ സ്ഥലത്ത് നിരവധി ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ പൗരസാഗരത്തിൻ്റെ ഭാഗമായി ആശാപ്രവർത്തകർ കൂട്ടമായി അവരുടെ കുടുംബവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ സമരവേദി ഒരിക്കൽ കൂടി വലിയ രീതിയിൽ ജനങ്ങളെ കൊണ്ട്, ആശമാരെ കൊണ്ട് നിറയുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ സമരം ആരംഭിച്ചത് മുതൽ പല ഘട്ടങ്ങളിലായി പല രീതിയിലുള്ള സമരങ്ങൾ നടന്നിരുന്നു ഇവിടെ. അതിനുശേഷമാണ് വീണ്ടും മറ്റൊരു സമരം കൂടി. അത് ഒരു സാംസ്കാരിക മേഖലയിലുള്ളവർ, ഈ ആശാപ്രവർത്തകരുടെ സമരം 60 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് തുടരുന്ന അനാസ്ഥ, അതോടൊപ്പം സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സാംസ്കാരിക മേഖലയിലുള്ളവർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. പൗരസംഗമം എന്ന പേരിലാണ് ഈ പരിപാടി അരങ്ങേറുന്നത്. പൗരസാഗരം എന്ന പേരിലാണ് ഈ പരിപാടി അരങ്ങേറുന്നത്. അതിൽ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാവരും പ്രതിഷേധവുമായി എത്താൻ കഴിയാത്തവർ സ്വന്തം വീടിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തുകയും ചെയ്യും. സാറാ ജോസഫിനെ പോലെയുള്ളവർ എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവരും സ്വന്തം വീടിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സമരവേദിയിൽ എത്താൻ കഴിയാത്ത ആശമാരും അവരുടെ സ്വന്തം വീടുകളിൽ നിന്ന് പ്രതിഷേധിക്കും. എത്തുന്നവർ കുടുംബസമേതമാണ്. അതായത് ഇവിടേക്ക് ഈ സമരവേദിയിലേക്ക് എത്തുന്ന ആശമാർ അവരുടെ കുടുംബം, കുട്ടികളെയും കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സമരവേദിയിലേക്ക് എത്തുന്നത്. അങ്ങനെ സമരം ശക്തമാക്കുകയാണ്. സർക്കാർ നൽകുന്ന, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ, സർക്കാരിൻ്റെ അവഗണനകൾ, ഈ അവഗണനയെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം വീണ്ടും ശക്തമാക്കുന്നത്. പൗരസാഗരം എന്ന പേരിൽ കേരളം ആശമാർക്കൊപ്പം എന്ന പേരിൽ പൗരസാഗരം സംഘടിപ്പിക്കുകയാണ്. രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ എല്ലാം വ്യക്തിത്വങ്ങൾ ഇവിടേക്ക് അണിനിരക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ പൗരസാഗരം തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ആശമാരുടെ രാപ്പകൽ സമര വേദിയിൽ അരങ്ങേറും. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ, ആശമാരാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സംഗമം ആരംഭിക്കും. അതിലേക്ക് തത്സമയ വിവരങ്ങളിലേക്ക് പ്രശാന്തിലേക്ക് മടങ്ങിയെത്തും.